സവോസ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഗോഡ് ബ്ലസ് യു. ഇന്ന് നമ്മുടെ കൂടെ ആള് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആള് പാട്ടുകാരനാണ്. നമ്മുടെ ക്യാമ്പിനൊക്കെ പാട്ട് പാടാൻ വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഡിലേ ആണ്, ഫോണത്ത് വിളിച്ച് എടുക്കുകയല്ലേ. ഇപ്പോഴാണ് ആള് ഇന്ന് എടുത്തു. അപ്പൊ ഇന്ന് നമ്മള് പോകുന്നത് കോട്ടയത്തുള്ള ജീസസ് യൂത്ത് സഹോദരൻ അവരുടെ കൂട്ടായ്മയില് ആരാധനയ്ക്ക് സഹായിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വരാമെന്ന് ചോദിച്ചു, ആനപ്പനോട് ചോദിച്ചു. അപ്പൊ ആനപ്പൻ പറഞ്ഞു റെഡിയാണ് വരാന്ന് പറഞ്ഞു. ആനപ്പൻ അത് സംസാരിക്കുകയല്ല, പക്ഷെ ആനപ്പ പാടും. അപ്പൊ നമ്മൾ കാര്യം ചെയ്യുന്നത്, ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആനപ്പ ഒരു കാര്യം ചെയ്യണം. നീ ഒരു പാട്ട് പാടാവോ? നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് വെച്ചാൽ, നിനക്ക് ഇപ്പൊ നമ്മള് ഇഷ്ടമുള്ളൊരു പാട്ട് ഏത് പാടാ പാട്ടുന്ന? നിന്ദാനം ഞാൻ അനുഭവിച്ചു. അപ്പോൾ നമുക്ക് ആനപ്പന്റെ പാട്ട് കേട്ടിട്ട് പോകുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ വഴിയിലെ കാര്യങ്ങളല്ല കാണിക്കേണ്ടത്. അവിടെ പോകുന്നതിന് മുമ്പ്, ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങളൊക്കെ ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്നവരാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. പ്രത്യേകിച്ച് ജീസസ് യൂത്തിലുള്ള സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് ഒരു രാത്രിയിലാണ് രാത്രിയിൽ അവർക്ക് വചനപ്രഘോഷണമുണ്ട്, ആരാധനയുണ്ട്, അവിടെ കുർബാന, അവരുടെ ജോലിയും പഠനവും എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ രാത്രി ഉറങ്ങേണ്ട സമയം തന്നെയാണ്, ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ അത് ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ അവരെ ഞാൻ വരുന്നതിന് മുമ്പ് വരെ നിങ്ങളെ ഒത്തിരി ഏറെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള യുവജനങ്ങളാണ് സഭയുടെ പ്രതീക്ഷ, സമൂഹത്തിൻ്റെ പ്രതീക്ഷ, നമ്മളെല്ലാവരും പ്രതീക്ഷ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ പരിപാടി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങിയാണ്. അന്നപ്പ പോവാം. സഹോസ്, പോകുന്ന വഴി പ്രതീക്ഷാ ഭവൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ കയറി. തീർച്ചയായും ഒരു പ്രതീക്ഷാ ഭവൻ തന്നെയാണ്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറേ അമ്മമാരെ ഇവിടെ ഒരു സിസ്റ്റർ പരിചരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും, മരുന്നും ഭക്ഷണവും താമസസൗകര്യങ്ങളും എല്ലാം നൽകി സംരക്ഷിക്കുന്ന ദൈവപരിപാലനയുടെ ഒരു ഇടമാണിത്. ഈ പ്രതീക്ഷാ ഭവൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചാപ്പൽ വരുന്നുണ്ട്. ഒരു ചാപ്പല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുക. അവിടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കരിമ്പന പിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ശനിയാഴ്ച ദിവസങ്ങളിലൂടെ കുർബാനയൊക്കെ ഉണ്ട്. ഏകദേശം 30-35ഓളം വയ്യാത്തവരെ ഇവർ ശുശ്രൂഷിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ ഇത് എങ്ങനെയാ ഇത്രയും പേരെ ശുശ്രൂഷിക്കാൻ പറ്റുക? അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യം ഇതാണ്, ദൈവം എല്ലാം നയിക്കുന്നുണ്ടെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ദൈവം എല്ലാം നയിക്കുന്നുണ്ട്, ദൈവം എല്ലാം പരിപാലിക്കുന്നുണ്ടെന്നാണ് സിസ്റ്റർ എന്നോട് പറഞ്ഞത്. എളുപ്പമല്ലല്ലോ, നമുക്കറിയാം. ഇങ്ങനെയുള്ള വയ്യാത്തവരെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ ദൈവത്തിന്റെ പരിപാലനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. സഹോസ്, വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നില്ല, ആൻ്റപ്പനെ നോക്കുന്നില്ല. പക്ഷെ എനിക്ക് ആൻ്റപ്പനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ആൻ്റപ്പൻ്റെ കൂടെ ആ മഠത്തിൽ, ആ സ്ഥാപനത്തിൽ വന്നതാണ്. സ്ഥാപനത്തിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട ഒരാളാണ്. അപ്പോൾ ഒരു നല്ലൊരു ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുള്ള ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തികൾ. ആൻ്റപ്പ, നീ ആദ്യമായിട്ടല്ലേ അവിടെ പോകുന്നത്? അത്യാവശ്യമല്ല. അപ്പൊ അവിടെ പോയി സിസ്റ്ററെ കണ്ട് സംസാരിച്ചു അല്ലേ? അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ നിനക്ക് എന്നാ തോന്നിയത്? അതൊന്ന് ഷെയർ ചെയ്യാവോ? നമുക്ക് എല്ലാവർക്കും വേണ്ടി, അറിവിന് വേണ്ടി ജസ്റ്റ് ഒന്ന്. എനിക്ക് തോന്നുന്നത് ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ ഒരു
കാരുണ്യ പ്രവർത്തനം വളരെ അഭിനന്ദാർഹമാണ്. കാരണം ഇന്നത്തെ ഈ കാലത്ത് ഇതേമാതിരി അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സ്, ഇതേമാതിരി ഒരുപാട് സിസ്റ്റർമാരെ എനിക്കറിയാം, ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരൊക്കെ എനിക്കറിയാം. വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് തന്നെ. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് വെറുതെ ചെയ്യുന്നില്ല. സിസ്റ്റർ ചോദിച്ചു നമ്മൾ ഇതെങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞാൽ എന്താ, ദൈവത്തിന്റെ കാരുണ്യം കാരണം ദൈവം നടത്തുന്നത്. പിന്നെ സിസ്റ്റർ പറഞ്ഞു ദൈവമാണ് ഇങ്ങനെ ഇവരെ സൃഷ്ടിച്ചത്, അല്ലേ? ദൈവമാണ് ഇവരെ സൃഷ്ടിച്ചത്, അപ്പോൾ ദൈവം ഇവരുടെ കാര്യം നോക്കിക്കൊള്ളും. അതാണ് എനിക്ക് മനസ്സിൽ ഒരു സെന്റൻസ്. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു അവിടെ പോയത്. വളരെ നല്ലൊരു അനുഭവമായി എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ നമുക്ക് യാത്ര തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോസ്, നിങ്ങൾ ഈ കട കണ്ടല്ലോ, ഈ കട ഞാനൊരു 3 വർഷം മുൻപ് ഇവിടെ അടുത്തൊരു പള്ളിയിൽ, പിറവം പള്ളിയിൽ കാറ്റഗീസത്തിന് പോയായിരുന്നു. കാറ്റഗീസം പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാനിവിടെ വണ്ടി ഇറങ്ങാനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴല്ലോ അന്ന് ഈ സഹോ ഇവിടെ ഈ കട നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി സഹോസ്? 3 വർഷം മുൻപുള്ള ഒരു ബന്ധം പുതുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അന്ന് ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കടയല്ല, ഈ കരിക്ക് മാത്രം വിൽക്കുന്ന കടയാണ്. വർത്താനമൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം ഞങ്ങൾക്കൊരു കരിക്കൊക്കെ വെട്ടി തന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇനി ഒരു ദിവസം വരണം, ഞായറാഴ്ച ദിവസങ്ങളൊക്കെ വലിയ തിരക്കാണെന്നൊക്കെ പറഞ്ഞ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. സഹോസ്, ഞങ്ങൾ ആ കടയിൽ കയറി. കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ പോയത്. ഇന്ന് ഞാൻ അവിടെ ചെന്നു. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അന്ന് നടത്തിയ ആൾ തന്നെയാണോ ഇത് നടത്തിയിരിക്കുന്നത്. കാരണം 2-3 വർഷമായല്ലോ. പക്ഷെ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അന്ന് കണ്ട ആൾ തന്നെയാണ്. ഞാൻ സംസാരിച്ചു, ആളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ചോദിച്ചു, ഋത്തിക് എന്നാണ് പേര്. ഇത് കേട്ടില്ലേ? ഋത്തിക് എന്ന പേര്. ഇനി സമയത്ത് എൻ്റെ കൂടെ നീ ഉണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ, ആൻ്റെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നതിനോട് കുറച്ച് കാര്യങ്ങൾ അത് ഇവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പേരെന്തായിരുന്നു? ഋത്തിക് ഗുപ്ത. സ്ഥലം, അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇനി അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 7 വർഷമായി എന്നാണ് പറഞ്ഞത്. 7 വർഷമായി. ഞാൻ 3 വർഷം മുമ്പാണ് കണ്ടത്, ആ സമയത്താണ് കണ്ടത്. ഇപ്പം 7 വർഷമായെന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ കരിക്ക് പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താ മറ്റേ ജ്യൂസും കാര്യങ്ങളെല്ലാം, കരിമ്പ്, അങ്ങനെയുള്ള സൗകര്യമുണ്ട്. ഇനിയാണ് പ്രിയപ്പെട്ട സഹോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയാനുള്ളത്. ആള് 7 വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പൊ അത് ആൾക്ക് എത്ര സ്ഥാപനമുണ്ട്? 7 സ്ഥാപനം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ 7 സ്ഥലങ്ങളിൽ 7 സെന്ററായിട്ട് പുള്ളി ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? 7 വർഷം കൊണ്ട് പുള്ളി അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടിയില്ല. പുള്ളി അത് കാശൊക്കെ വെച്ച് സ്വരൂപിച്ച് എല്ലാ ദിവസവും പണിത് ഇങ്ങനെ ഇതെല്ലാം സമ്പാദിച്ച് 7 സെന്ററിലാണ് ഇങ്ങനെ ഈ പരിപാടികൾ പുള്ളി നടത്തുന്നത്, പല ജോലിക്കാരെയും വെച്ച്. ഇത്രേ അവിടെ നിന്ന് വന്ന ആളുകൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നേടുന്നുണ്ട്. ഫാമിലിയൊക്കെ അവിടെയാണ്. ഇവിടെയാണ് താമസിക്കുന്നത്, കുറവിലിങ്ങാൻ്റെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷേ ഫാമിലിയൊക്കെ UP-യിലാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാം. അത് നേടാം. അത് പലർക്കും പല രീതിയിൽ പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. അതിന്റെ പേര് അങ്ങനെ മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേരെ. ഓക്കെ, ശരി കേട്ടോ സഹോസ്. അങ്ങനെ നമ്മൾ മാത്നാനത്ത് വിശുദ്ധ ചാവറ അച്ഛൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി. ഇവിടെയാണ് ആരാധന നടക്കുന്നത്. സഹോസ്, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒത്തിരി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഈ ചാവറയച്ചനാണ്. രാത്രിയിൽ ഈ മാന്നാനം ആശ്രമം കാണാൻ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്.
സഹോസ്, ഇനി നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. സഹോസ്, അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ തിരിച്ചെത്തി. നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ കൂടെയുള്ള അനപ്പനോട് ചോദിക്കാം. അനപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? അതിമനോഹരമായിരുന്നു ഇന്നത്തെ യാത്ര. കുഴപ്പമില്ലായിരുന്നല്ലോ? അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, ആരാധനയ്ക്ക് പോയി. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. നമ്മളിവിടെ തിരിച്ചെത്തി. ഇതിൻ്റെ മനസ്സിൽ ഈ നിമിഷത്ത് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലോട് വരുന്നത് എന്തായിരിക്കും? നമ്മൾ ആ സിസ്റ്ററിനെ കണ്ടതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. നമ്മൾ കോൺവെന്റിലെ മറ്റേ വയ്യാത്ത അവർ ചെയ്യുന്നൊരു ശുശ്രൂഷ അല്ലേ? അത് നല്ലൊരു കാര്യമാണ് തീർച്ചയായും. അപ്പോൾ എൻ്റെ പേരെ മനസ്സിൽ ആ ഒരു ഓർമ്മ എന്നും ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ യാത്ര ദൈവം നമ്മളെ സഹായിച്ചു, സംരക്ഷിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോസ്, നിങ്ങളുടെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനൊക്കെ നന്ദി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ആൻ്റപ്പൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആൻ്റപ്പനെ നമ്മൾ ഒന്നുകൂടെ നിർബന്ധിക്കുകയാണ് ഒരു പാട്ട് പാടാൻ. കാരണം നമ്മൾ തുടങ്ങിയത് ആൻ്റപ്പൻ്റെ പാട്ട് വെച്ചാണ്, ഇത് അവസാനിക്കുന്നതും ആൻ്റപ്പൻ്റെ പാട്ട് വെച്ചാണ്. ഞാൻ പാടുന്നില്ല, ആൻ്റപ്പനെ കൊണ്ട് പാടുകയാണ്. ആൻ്റപ്പ ഇപ്പം നമുക്ക് ഇന്നെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു നന്ദിയുടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. പറ്റുവാണെങ്കിൽ പറഞ്ഞു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഗുഡ് ബൈ.